നമസ്കാരം. ഈ ഒരു കേസ് നിർത്താനായില്ലടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളി പല നമ്മുടെ ഓഫീസർമാരും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എവിടം വരെ പോകും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ദിയ സനിയുടെ പുതിയ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം എന്താണ് പറയുന്നതെന്ന്. ഒന്നും പറയുന്നില്ലേ? ഓ, ഞെങ്ങിയില്ല. ഹലോ ഗൈസ്, അപ്പോഴേ സജന എന്നൊരു പുതിയൊരു വീഡിയോ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷഫീന ബീവിക്ക് ഒരു ഓഡിയോ, ഒരു മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ ഓഡിയോ കൊടുത്തിട്ട് അത് ഷഫീന ബീവി പബ്ലിഷ് ചെയ്തിട്ട് സജന ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഈ വിഷയം ഒരുപാട് അത് ആരൊക്കെ ആ ഓഡിയോ അവരവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടോ അവർക്കൊക്കെ പണി കിട്ടും. ഞാൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് മക്കളെ ഡിലീറ്റ് ചെയ്തോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ കേസാണ്. അതായത് സജ്ജന ഫിറോസ് ഖാൻ മാത്രമല്ല പെടുക, അത് ഇട്ടവരും പെടുവാർന്ന്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ് ലീക്കാക്കിയത്, അതുപോലെ തന്നെ അത് സംസാരിക്കാനുള്ള കാര്യം എന്താണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഖാൻ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അത് തീരുമാനമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പല ഉദ്യോഗസ്ഥന്മാരും ഇതിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകളുടെ അടുത്ത് CWCക്ക് പരാതിയായിട്ടും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സജന, ആദ്യം മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി നിന്റെ അടുത്ത് വന്നിട്ട് ഒരു അബ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ നീ ആ കുട്ടിയെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടിയിരുന്നത്. നീ അത് ചെയ്തില്ല. BNS ആക്ട് പ്രകാരം അതൊരു വലിയ ശിക്ഷയുമാണ്. ഈ നിങ്ങൾ രണ്ടെണ്ണം കൂടെ, ഈ ഷഫീന ബീവിയും അതായത് ദിയ സനിയോട് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സജ്ജന എന്ന് പറയുന്ന ഈ സ്ത്രീ റസൂലിൻ്റെ കൂടെ പോകുമ്പോഴും നിങ്ങൾ അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടപെടണമായിരുന്നു. അവിടെ നിങ്ങൾക്കൊരു വലിയൊരു തെറ്റാന്ന് പറ്റിയത്. അതായത് അന്ന് തന്നെ നിങ്ങൾ ഇടപെട്ടിട്ട് ഇത് നിർത്തണം ഇവിടെ വെച്ചിട്ട്, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയും. മറ്റേ 3-4 ആൾക്കാരുണ്ടല്ലോ, എല്ലാവരെയും കൂട്ടിയിട്ട് ഒന്ന് അടക്കി നിർത്താൻ പറ്റത്തില്ലേ? പക്ഷെ അവിടെ നിങ്ങൾ ഒരു കൂട്ടുകാരിക്കുള്ള ഒരു സ്നേഹം കൊടുത്തു. പല കേസുകളിലും അങ്ങനെയാണ്. ദിയാസന ചില കേസുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധത്തിൻ്റെ മുന്നിൽ, പണ്ടൊരു സംവിധായകൻ ഉണ്ടായിരുന്നല്ലോ, ആ സംവിധായകനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ചുറ്റി പ്രശ്നമൊക്കെ വന്നിരുന്നു. പക്ഷേ ആ സംവിധായകൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ദിയാസന എന്നുള്ള തരത്തിൽ, അതായത് അയാളെ അസിസ്റ്റ് ചെയ്യാൻ പോകാറുണ്ട്. എന്ന് വെച്ചാൽ അസോസിയേറ്റ് ഡയറക്ടർ എന്തോ ആണെന്നായിരുന്നു. അത് ഞാൻ കേട്ടെ, ഇതൊരു പിന്നെ എന്താണ് ഇൻ്റർവ്യൂവിൽ എന്തോ കേട്ടാന്നേ. അപ്പം അങ്ങനെ അവന് താല്പര്യമില്ല കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഇളവ് കൊടുക്കാറുണ്ട്. അതാണ് ഇപ്പോഴും ദിയാസനക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റുമായിരുന്നു. നീയും പിന്നെയാണ് പണ്ടാണ് അത് പതുക്കെ ഇപ്പൊ അപ്പപ്പാണ് കേട്ടോ ബരമ്പത്ത് സജന നല്ല രീതിയിൽ പേടിച്ചു, നല്ല രീതിയിൽ ഭയന്നിട്ടുമുണ്ട്. എന്നിട്ട് ഇന്റെ നെഞ്ചത്തോട്ട് എടുത്ത് വെച്ചേക്ക ഞാനത് പബ്ലിഷ് ചെയ്തത്. സജന ആ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ സജിനയുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത് സജിന പറഞ്ഞാൽ മതി. ഓക്കെ നല്ല കാര്യമായിട്ടുള്ള ഇടപെടുന്നുണ്ടേ, ഒന്നും വിചാരിക്കല്ലേ. എൻ്റെ ബഹുമാനപ്പെട്ട നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ നിയമപാലകരോട് ഞാൻ പറയുകയാണ്. അതായത് ഇത്രയും തെളിവും കാര്യങ്ങളും ഇതെല്ലാം കിട്ടിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വെറും ഒരു ഇമെയിലിൽ എന്ന് വെച്ചാൽ ചെരുപ്പിന് 10,000 കൊടുത്തു എന്ന് പറഞ്ഞ് ഇമെയിൽ വരെ വെറുതെ അയച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കുന്നതായിരുന്നു. പക്ഷെ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട്, അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല കേട്ടാ. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത എന്തൊക്കെയോ കാര്യമായ പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നിന്റെ വെല്ലുവിളി. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നു, നീ തന്നെ പറയുന്നു എന്റെ വീട്ടിൽ നീ വന്നില്ല ആ ഡേറ്റിന്. ശരി, സമ്മതിച്ചു. നീ തെളിയിച്ചില്ലേടി? നിനക്ക് വയ്യേടി? നിനക്ക് വല്ല മാനസിക പ്രശ്നം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വല്ല സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി കാണ്. ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുവാണ് നീ കിടന്ന്. എൻ്റെ പൊന്നു സഹോദരി, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതാണോ തോന്നുന്നത്? ഇതൊരു മാനസിക രോഗവുമല്ല. അതായത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് നാറി. ഇനിയിപ്പോഴും എൻ്റെ കൂടത്തിൽ എൻ്റെ കൂടെ ഉള്ള എല്ലാത്തിൻ്റെ കാര്യങ്ങളും ഞാൻ വെളിയിലിടും. അതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ നാറി, അതുകൊണ്ട് നിങ്ങളും കൂടി നാറണം എന്നുള്ള തരത്തിൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്തൊക്കെയോ കാര്യങ്ങളിൽ, അതായത് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുപാട് കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നടന്ന ചില കാര്യങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞ് ആ സ്ത്രീ എടുത്ത് വെളിയിൽ എങ്ങിടുന്നു.
ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ മാനസിക രോഗമുണ്ടെങ്കിൽ ചികിത്സ തേടുമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ അതിൻ്റെ തന്നെ ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആരോപണങ്ങളിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിൽക്കാം, അല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകെ പോയിട്ട് തൂങ്ങേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ റസൂൽ കുട്ടുപുട്ടിയെ പൂക്കുറ്റി നിൽക്കുക. നിങ്ങൾ പൂക്കുറ്റീന സാറേ 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 സാറിൻ്റെ ഭാഗത്തല്ല ഞാനിപ്പോഴും ആ സ്ത്രീയുടെയും മകളുടെയും ഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗില്ലേ, അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പാളിച്ച പറ്റിയത്. അതാണ് മനസ്സിലാക്കേണ്ടത്. കിണക്കുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുകയാണ്. നിന്റെ ഈ കാല് പിടിച്ചുള്ള മാപ്പപേക്ഷയും ഒരു സമയത്ത് നിന്റെ ഓരോ മുഖവും ഓരോ രീതിയും നിന്റെ വിവരക്കേടും നിന്റെ കൊള്ളരുതായ്മകളും നീ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരക്കേടല്ല, അതായത് അവർക്ക് അതിനുള്ള ഗുണമുണ്ടായി. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10-40 ലക്ഷം രൂപ മറ്റേ പൂക്കുട്ടി സങ്കടത്തോടു കൂടി പറയുന്ന നിൽക്കുന്നില്ലേ, എൻ്റെ 40 ലക്ഷം പോയി, അതുപോലെ തന്നെ എൻ്റെ റിങ് പോയി, ഞാൻ ഡയമണ്ട് മേടിച്ചു കൊടുത്തു. ഇത്രയും വലിയൊരു മണ്ടൻ ലോകത്തുണ്ടാവില്ല. അതായത് 40 ലക്ഷം ഉറുപ്പ്യ പോലും എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്ക് പറയാനും പറ്റൂല. അതായത് എൻ്റെ ബായിലൂടെ പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. 40 ലക്ഷം ഉറുപ്പ്യ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവര് മണ്ടത്തിയാന്നൊന്നും പറയാൻ പറ്റൂല, അവർ അതിബുദ്ധിമതിയാന്ന്. കാരണം എന്താ വെച്ചാൽ അവര് ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അവരോടൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പൈസ എല്ലാവരോടും കടം മേടിച്ചിട്ടോ, അത് നമ്മൾ പറയുന്നില്ല കേട്ടോ, ഇങ്ങനെ ഓരോ ആരോപണങ്ങളാണല്ലോ മൊത്തത്തിൽ. ഇപ്പൊ പോക്കുറ്റി പറയുന്നതായാലും ആരോപണമാണ്, മറ്റേ ആര് പറയുന്നതായാലും ആരോപണമാണ്. കേൾക്കാം, ബാക്കിയും കൂടി വരട്ടെ. നിനക്ക് ശരിക്കും ട്രീറ്റ്മെന്റ് വേണം. നീ വല്ല പോയി കിടക്കാൻ നോക്ക്. ശരിക്കും ഓൾറെഡി മനുഷ്യന്റെയൊക്കെ ഇസത്തിന് നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ നീ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനും എന്റെ ഫാമിലിയും റെസ്പോൺസിബിലിറ്റി ആയിട്ട് ജീവിക്കുന്നതാണ്. നീ നിന്റെ കാര്യം നോക്ക്. റസൂൽ പൂക്കുട്ടിയുടെയും നിന്റെ വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ കിടന്ന് മെഴുകി തുള്ളി ഒന്നും വരണ്ട. അത് നിർത്താനും പോകുന്നില്ല. റസൂൽ പൂക്കുട്ടീൻ്റെയും ഈ പിന്നെ സജ്ജനേൻ്റെയും വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറിക്കൊന്നും വേണ്ട. അവർക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിലൊരു അജണ്ടയുണ്ട്. അതായത് റസൂൽ പൂക്കുട്ടിയുടെ അജണ്ടയാണോ സജ്ജനയുടെ അജണ്ടയാണോ എന്നാണ് എനിക്കൊരു സംശയം. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കുട്ടി തന്നെയാണ്. കാരണം പൂക്കുട്ടിയോട് കൂടുതൽ പൈസ ചോദിക്കുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് ഇത് പൂക്കുറ്റി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൂത്രധാരനായിട്ട് ഇങ്ങനെ വെളിയിലെടുത്ത് ഇടുന്നതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ അയാൾ ഇപ്പം രക്ഷപ്പെട്ടു. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിയില്ലല്ലോ. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പുറത്തു പറയും എന്ന് പറയുമ്പോൾ ഇയാളിങ്ങനെ പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണ്ടേ. ഇനിയിപ്പോഴും ഇയാൾക്കൊന്നും നോക്കാനില്ല, ആ പ്രസംഗം തീരുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ പുറകിൽ കളിച്ചിരിക്കുന്നത് നമ്മളെ പൂക്കുറ്റി അണ്ണനാണോ എന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. എവിടം വരെ പോവും അവിടം വരെ പുറകെ നടന്നു വരും. ഓക്കെ, അപ്പൊ ബാക്കി കാണാം. ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നതാണ്, നിന്റെ അച്ചായനെയും നിന്റെ അച്ചായത്തിയെയും നീ ഒന്ന് ചോദ്യം ചെയ്യേ കാര്യമായിട്ട്, കേട്ടാ. അത് നിനക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ട് കൂടെ വന്നതാണ്. നീ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പുറത്താണല്ലോ നീ എന്നെ വന്ന് എന്തോ ചെയ്തതൊക്കെ. എനിക്ക് നിന്റെ പേഴ്സണൽ ലൈഫിൽ കയറി ഒരു തേങ്ങ നടത്തേണ്ട കാര്യമില്ല. പക്ഷെ നീ തുടങ്ങി വെച്ചെടുത്ത് നിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തോണ്ട് വന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. നിന്റെ മാത്രമല്ല റസൂൽ പൂക്കുട്ടിയുടേത് ഇനി പിറകെ വരും ബാക്കി, കേട്ടോ. ചാപ്റ്റർ ഒന്നും ക്ലോസ് ചെയ്യാൻ പോകുന്നില്ല. ശരി എന്നാ പോകുമോ. ഇതാണ് ദിയാസനയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതാണ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലതരത്തിലും ഇടപെട്ടിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണ് അവർ ഇടപെട്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തികച്ചും നാറ്റക്കേസായ ഒരു കേസിൽ വേണ്ടിയിട്ട് എന്തിനാണ് ഇവരെന്തിനാണ് പോയിട്ട് വീണത് തലവെച്ച് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, അത് റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നയാളുടെ ആ ഒരു സ്റ്റാർഡം കണ്ടിട്ടാണോ അല്ലെങ്കിൽ അയാളുടെ പണം കണ്ടിട്ടാണോ, അയാൾ വലിയ ആളാണ്, അപ്പോൾ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഞങ്ങൾക്കെല്ലാം പരിചയമുണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഒരു ചെറിയൊരു സപ്പോർട്ടൊക്കെ നിങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ഇതാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. അന്നേ നിങ്ങൾ ഈ നാറ്റക്കേസിന് നമ്മളില്ല മോളെ, ഇത് അവിഹിതമാണ്, ഈ അവിഹിതത്തിന് കൂട്ടു നിൽക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇന്നീ ഒരു ഗതി വരില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് നിങ്ങളുടെ ഒരു കേസിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും വരില്ല. കാരണം എല്ലാവർക്കും ഭയമാണ്. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് തെളിയിച്ചു കൊടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളിപ്പോഴും കേസ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടല്ലോ, ഇനിയിപ്പോഴും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 5-6 മാസം കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കിട്ടൂലേ.
അതുകൊണ്ടാണ് പറയുന്നത് 6 മാസം കഴിഞ്ഞു പോയി, ഇനിയൊന്നുമില്ലല്ലോ, അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് നിരപരാധിയാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു, എനിക്കിതാ ഇവിടെയും കൂടി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യിക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിയമപാലകരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരുപാട് ഇല്ലീഗൽ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ആ ഒരു കേസ് ആരാണ് കുറ്റക്കാര്, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകുന്ന മയക്കുമരുന്നുകളെ ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ സംശയമുണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വരെ ഇതുണ്ടോ എന്നുള്ളൊരു സംശയം വരെയുണ്ട്. ഒരു ചായ കുടിക്കാൻ ഇപ്പോഴും ഭയമാണ്. കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ ഞാനൊരു ജ്യൂസ് കുടിക്കാറില്ല, കാരണം എന്താ അറിയാ, ഭയമാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇട്ടിട്ടാണോ തരിക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയാനടേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായയോ വെള്ളമോ പോലും കുടിക്കാറില്ല. അത്രത്തോളം ഭയപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളം വരെ കുടിക്കുന്നത്. അത്രത്തോളം ഭയമാണ്. നമ്മുടെ നാട്ടിൽ അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികേടുകളാണ് കുറേ കാലമായിട്ട് നടക്കുന്നത്. എവിടെ എത്തിക്കഴിഞ്ഞാലും ഈ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും പിടിച്ചകത്താക്കുക തന്നെ വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ദിയാസന എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പേരിലുള്ള ആരോപണം അവരെന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ പോയിട്ട് പരിശോധിക്കുക. അതാ വേണ്ടത്. നിങ്ങൾക്ക് സ്വന്തം ഉത്തരവാദിത്തത്തിൽ കയ്യെങ്കിലേ, എനിക്ക് അതിൻ്റെ നിയമവശമൊന്നും അറിയില്ല, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പോലീസുകാരോട് പറയും, എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, എനിക്ക് ജീവിക്കേണ്ടതാണെന്ന് കൃത്യമായിട്ട് പറയുക. അതാണ് വേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിയാസനയോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇതുപോലെയുള്ള വയ്യാവേലി അഭിഹിതങ്ങൾക്ക് പോയിട്ട് ഇടപെടരുത്. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ പൊതു സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണ് വേണ്ടത്. അതായത് ഇന്നയാളുടെ ഭാര്യയെ ഇന്ന് അവൻ ചതിക്കുന്നുണ്ട്, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സ്ത്രീ പറയുന്നതിനിടയ്ക്ക് ഞാൻ കേട്ടിരുന്നു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടേ, പക്ഷേ ഞാനുമായിട്ട് അയാൾ പ്രണയത്തിലാണ്, ഞങ്ങൾ പ്രണയം മാത്രമേ ഉള്ളൂ, ഒരുമിച്ച് കോഫി കുടിക്കും, ഒരുമിച്ച് യാത്ര പോകും, ഈ പ്രണയം മാത്രമേ ഉള്ളൂ, ഭാര്യയും മക്കളും അയാൾക്ക് ഉണ്ടേ. അങ്ങനെയൊക്കെ നാണവും മാനവും ഇല്ലാണ്ട് പറയുന്നത് സിനിമാ ലോകത്ത് നിന്ന് വന്ന് പറയുന്നതാണ്. നാണവും മാനവും ഇല്ലാണ്ട് പറയുന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള കുറേ വിത്തുകളുണ്ട്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു പെണ്ണിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ വേറൊരു പെണ്ണ് തന്നെയാണ്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.